ഹായ് പ്രിയപ്പെട്ട മോംസ് ഓഫ് ഏഞ്ചൽസ് അമ്മമാരെ, നമ്മുടെ കോഴ്സിന്റെ ഡേ 12 സ്വാഗതം. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ ചിന്തകളെയും വികാരങ്ങളെയും നമ്മൾ ശ്രദ്ധിച്ചു. ഇന്ന് നമ്മുടെ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമായ വെള്ളം ഉപയോഗിച്ച് എങ്ങനെ ആകർഷണ നിയമം ശക്തിപ്പെടുത്താം എന്ന് പഠിക്കാം. അതാണ് വാട്ടർ തെറാപ്പി. ഇന്നത്തെ നമ്മുടെ വിഷയം വെള്ളത്തിലൂടെയുള്ള പ്രോഗ്രാമിംഗ്. നമ്മുടെ ശരീരം ഏകദേശം 70% വെള്ളമാണ്. അതുപോലെ നമ്മുടെ തലച്ചോറും ഹൃദയവും എല്ലാം വെള്ളത്താൽ നിർമ്മിതമാണ്. ഈ വെള്ളത്തിന് നമ്മൾ നൽകുന്ന വാക്കുകളെയും ചിന്തകളെയും സംഭരിക്കാൻ കഴിവുണ്ട്. വെള്ളം ഒരു മെമ്മറി കാർഡ് പോലെയാണെന്ന് സങ്കല്പിക്കുക. ഈ മെമ്മറി കാർഡിൽ നമ്മൾ എന്ത് വിവരമാണോ, അതായത് പോസിറ്റീവ് അല്ലെങ്കിൽ നെഗറ്റീവ് വാക്കുകൾ ഇൻസ്റ്റാൾ ചെയ്യുന്നത്, ആ വിവരത്തെ വെള്ളം നമ്മുടെ ശരീരത്തിന്റെ എല്ലാ കോശങ്ങളിലേക്കും എത്തിക്കും. നിങ്ങൾ സ്ട്രെസ്സിലായിരിക്കുമ്പോൾ നിങ്ങളുടെ ശരീരത്തിലെ ജലാംശം നെഗറ്റീവ് വിവരങ്ങളെയാണ് സംഭരിക്കുന്നത്. ഇത് ആരോഗ്യ പ്രശ്നങ്ങൾക്കും ക്ഷീണത്തിനും കാരണമായേക്കാം. വാട്ടർ പ്രോഗ്രാമിംഗ് എന്താണെന്ന് നോക്കിയാലോ. നമ്മൾ വെള്ളം കുടിക്കുന്നതിന് മുമ്പ് അതിലേക്ക് പോസിറ്റീവ് വാക്കുകൾ നൽകി നമ്മുടെ ശരീരത്തിലെ 70% ഭാഗത്തെ പോസിറ്റീവായി റീപ്രോഗ്രാം ചെയ്യുന്ന പ്രക്രിയയാണിത്. നമ്മുടെ മനസ്സിന്റെ ലക്ഷ്യങ്ങൾ വേഗത്തിൽ നേടാൻ ഇത് സഹായിക്കും. ഇനി വെള്ളം വെറും ദാഹം മാറ്റാനുള്ള പാനീയമല്ല, അത് നിങ്ങളുടെ ആരോഗ്യത്തിലേക്കും സന്തോഷത്തിലേക്കുമുള്ള മരുന്നാണ്. ഇന്നത്തെ ടെക്നിക് വാട്ടർ പ്രോഗ്രാമിംഗ് നമ്മുടെ ഓരോ കോശങ്ങളെയും പുതിയ പോസിറ്റീവ് ലക്ഷ്യങ്ങൾ പഠിപ്പിക്കാൻ സഹായിക്കുന്ന എളുപ്പമുള്ള പ്രാക്ടീസാണിത്. ഇന്നത്തെ പ്രാക്ടീസ് നോക്കിയാലോ. വെള്ളം കുടിക്കുന്നതിന് മുമ്പ് പോസിറ്റീവ് വാക്കുകൾ പറയുക. ഇന്ന് നിങ്ങൾ കുടിക്കുന്ന ആദ്യത്തെ ഗ്ലാസ് വെള്ളത്തിലും, അതായത് രാവിലെയും പിന്നീട് കുടിക്കുന്ന ഓരോ ഗ്ലാസ് വെള്ളത്തിലും ഈ പ്രാക്ടീസ് ചെയ്യുക. നിങ്ങൾ ചെയ്യേണ്ടത്, വെള്ളമുള്ള ഗ്ലാസ് അല്ലെങ്കിൽ കപ്പ് നിങ്ങളുടെ കയ്യിൽ എടുക്കുക. വെള്ളത്തിലേക്ക് സ്നേഹത്തോടെ നോക്കുക. നിങ്ങൾക്കിപ്പോൾ ഏറ്റവും ആവശ്യമുള്ള പോസിറ്റീവ് വാചകം, അതായത് ഡേ 10 കസ്റ്റം അഫർമേഷനുകൾ ആകാം. അവ മനസ്സിൽ പറയുക, അല്ലെങ്കിൽ പതിഞ്ഞ ശബ്ദത്തിൽ വെള്ളത്തോട് സംസാരിക്കുക. ഉദാഹരണത്തിന്, പ്രിയപ്പെട്ട വെള്ളമേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. നീ എന്റെ ശരീരത്തിലെ ഓരോ കോശത്തെയും ആരോഗ്യമുള്ളതാക്കുന്നു. എന്റെ മനസ്സിൽ സമാധാനം നിറയ്ക്കുന്നു. നന്ദി. ഇങ്ങനെ നമുക്ക് ആവശ്യമായ പോസിറ്റീവ് അഫർമേഷൻ പറഞ്ഞിട്ട് വെള്ളം കുടിക്കുക. ഈ പോസിറ്റീവ് എനർജി നിങ്ങളുടെ ശരീരത്തിൽ നിറയുന്നത് സങ്കല്പിച്ചുകൊണ്ട് സന്തോഷത്തോടെ ആ വെള്ളം കുടിക്കുക. ഓർക്കുക, നിങ്ങൾ കഴിക്കുന്ന ആഹാരത്തെയും കുടിക്കുന്ന വെള്ളത്തെയും സ്നേഹിക്കുമ്പോൾ അവ നിങ്ങൾക്ക് ആരോഗ്യവും ഊർജവും നൽകുന്നു. ലളിതമായി തോന്നാമെങ്കിലും ഈ പ്രാക്ടീസ് നിങ്ങളുടെ ശരീരത്തെയും ചിന്തകളെയും വേഗത്തിൽ മാറ്റാൻ കഴിവുള്ളതാണ്. ഇന്നു മുതൽ വെള്ളം കുടിക്കുമ്പോൾ ഈ കാര്യം ഓർമ്മിക്കുക. നിങ്ങൾ ഈ വാട്ടർ പ്രോഗ്രാമിംഗ് പ്രാക്ടീസ് ചെയ്തോ ഇല്ലയോ എന്ന് കമന്റിലൂടെ അറിയിക്കണേ. നമുക്കിനി അടുത്ത ദിവസം കാണാം. അതുവരെ പോസിറ്റീവ് എനർജി നിറച്ച വെള്ളം മാത്രം കുടിക്കുക. താങ്ക്